ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എസ് എ പ്രോബ്ലമാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതായത് 8 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ വരുന്ന എക്സാമിന്, ഹാഫ് ഇയർലി എക്സാമിന് ഇതുപോലൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ എങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. പ്രിപ്പയർ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഫോർ ദി മന്ത് ഓഫ് ഡിസംബർ 2021. ഡിസംബർ മന്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡിസംബർ 1 ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 20,000 ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് 5,000 ആണ്. ഓക്കെ, രണ്ട് ഓപ്പണിംഗ് ബാലൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. നൗ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് 3,000 നമ്മൾ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്. സോ നമുക്കിവിടെ 1 by 1 ആയിട്ട് 31st വരെയുള്ള ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഓരോ ട്രാൻസാക്ഷൻസ് വായിച്ചിട്ട് നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യാം. സോ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, റെസീറ്റ്സ് ഒക്കെ നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത്. റെസീറ്റ്സ് എല്ലാം, ഓൾ റെസീറ്റ്സ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. ക്യാഷ് ബാലൻസ് ആണ് കൂടുന്നതെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ക്യാഷ് കോളത്തിലാണ് കാണിക്കേണ്ടത്. ക്യാഷ് ബാലൻസ് കൂടുന്ന ട്രാൻസാക്ഷൻസ് ക്യാഷ് കോളത്തിലും, ബാങ്ക് ബാലൻസ് കൂടുന്ന ട്രാൻസാക്ഷൻസ്, അതായത് നമ്മുടെ ബാങ്കിലേക്കാണ് ഫണ്ട് വരുന്നതെങ്കിൽ അത് നമ്മൾ ബാങ്ക് കോളത്തിൽ എന്ത് ചെയ്യുക, ആ എമൗണ്ട് നമ്മൾ കാണിക്കുക. അതേപോലെ പേയ്മെൻറ്റുകൾ, ഓൾ പേയ്മെൻറ്റ്സ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്സ്, ഈ ക്രെഡിറ്റ് ഭാഗത്താണ് പേയ്മെൻ്റ് ഒക്കെ കാണിക്കേണ്ടത്. അവിടെ നമ്മുടെ ക്യാഷ് ആണ് കുറയുന്നതെങ്കിൽ, ക്യാഷ് കയ്യിൽ നിന്ന് പോകുന്ന കേസിൽ നമ്മൾ ക്യാഷ് കോളത്തിലെ എമൗണ്ട് കാണിക്കുക. ബാങ്ക് ബാലൻസ് ആണ് കുറയുന്നതെങ്കിൽ, ബാങ്ക് ത്രൂ ആണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിലോ നമ്മൾ ആ എമൗണ്ട് എവിടെ കാണിക്കുക, ബാങ്ക് കോളത്തിലും കാണിക്കുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ട്രാൻസാക്ഷൻസ് 1 by 1 ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമ്മുടെ കയ്യിൽ ക്യാഷും ഉണ്ട്, ബാങ്കും ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഓൾവേസ് എവിടെയാണ് കാണിക്കുക, നമ്മൾ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ക്യാഷ് ബുക്കാണ്. ബിക്കോസ് ഡെബിറ്റ് ഭാഗത്ത് കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അസറ്റുകളുടെയൊക്കെ ഓപ്പണിംഗ് ബാലൻസ് നോർമലി ഡെബിറ്റ് ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെയും ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഉണ്ടാവുക എവിടെയാണ്, ഡെബിറ്റ് ഭാഗത്ത് തന്നെയാണ്. സോ ഡിസംബർ 1-ാം തീയതി ബാലൻസ് ബ്രോ ഡൗൺ 20,000 and 5,000. ക്യാഷ് ബാലൻസ് 20,000-ഉം ബാങ്ക് ബാലൻസ് 5,000-ഉം ഡെബിറ്റ് ഭാഗത്ത് കാണിക്കാം. ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വളരെ റെയറായിട്ട് ക്രെഡിറ്റ് ഭാഗത്ത് പോവാറുണ്ട്. എപ്പോഴായിരിക്കും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ കേസിലായിരിക്കും. നമ്മുടെ ബാങ്കിലുള്ളതിനേക്കാൾ എമൗണ്ട് നമ്മൾ പിൻവലിക്കുന്നു, വിഡ്രോ ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. അങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് വരുമ്പോൾ, മൈനസ് ബാലൻസ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അവിടെ പോകാറുണ്ട്, ക്രെഡിറ്റ് ഭാഗത്ത് പോകാറുണ്ട്. അതർവൈസ് ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും നമ്മൾ കാണിക്കുക എവിടെയാണ്, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ് ആണ്. 3-ാം തീയതി പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ്. നോക്കൂ, ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് ക്യാഷ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ക്യാഷ് നമ്മുടെ ഫേമിൽ നിന്ന് പുറത്തേക്കാണ് പോവുക. സോ ദാറ്റ് ഈസ് എ പേയ്മെൻറ്റ്. പർച്ചേസ് ഒരു പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 3-ാം തീയതി, ഡിസംബർ 3-ാം തീയതി പർച്ചേസ് പേയ്മെൻറ്റ് സൈഡ് കാണിക്കുക, പേയ്മെൻറ്റ് ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കുക. പർച്ചേസ് എമൗണ്ട് വരുന്നത് 3,000 ആണ്. സോ 3,000 ഓൺ ദി ക്യാഷ് കോളം. ക്യാഷ് പർച്ചേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഇഫ് നത്തിങ് മെൻഷൻഡ് നമ്മൾ ക്യാഷ് കോളത്തിൽ തന്നെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ റിസീവ്ഡ് ചെക്ക് ഫ്രം ഹരി ആൻഡ് ഡെപ്പോസിറ്റ് ദ സെയിം ഇൻ ദ ബാങ്ക്. നമ്മൾ ഹരിയുടെ കയ്യിൽ നിന്ന് ഒരു ചെക്ക് കിട്ടുന്നു, അത് അതേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെക്ക് കിട്ടിയ അന്ന് തന്നെ നമ്മളത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റെസീറ്റ് നമ്മൾ കാണിക്കേണ്ടത് ബാങ്ക് കോളത്തിലാണ്. സോ ചെക്കാണ് നമുക്ക് കിട്ടിയത്, ഹരിയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. 5th അല്ലേ, ഡിസംബർ 5-ാം തീയതി നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് ഹരി എന്ന് കാണിക്കുന്നു, ഹരിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. സോ എമൗണ്ട് വരുന്നത് 7,000 rupees ആണ്. 7,000 ചെക്ക് നമ്മൾ ബാങ്ക് കോളത്തിൽ ഡയറക്റ്റ് ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ബാങ്ക് കോളത്തിൽ ഡയറക്റ്റ് കാണിച്ചത്, ബിക്കോസ് അതേ ദിവസം തന്നെ നമ്മൾ ഈ ചെക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, 8-ാം തീയതി അടുത്ത ട്രാൻസാക്ഷൻ 8-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് നോക്കൂ, നമുക്ക് ഗുഡ്സ് വിറ്റു. സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ റെസീറ്റ് അല്ലേ, നമ്മുടെ കയ്യിലേക്ക് പൈസ വന്നതാണ്.
സോ 8-ാം തീയതി സെയിൽസ് നടന്നിട്ടുണ്ട്. എമൗണ്ട് വരുന്നത് 4000 ആണ്. സോ എമൗണ്ട് കാണിക്കേണ്ടത് ക്യാഷ് കോളത്തിലാണ്. ക്യാഷ് സെയിൽസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കാണിക്കുക എവിടെയാണ്? ക്യാഷ് കോളത്തിൽ തന്നെ എമൗണ്ട് കാണിച്ചാൽ മതി. ഓക്കെ, ചെക്കല്ല കിട്ടിയത്, നമ്മൾ ക്യാഷ് കോളത്തിൽ തന്നെ എമൗണ്ട് കാണിച്ചാൽ മതി, 4000 റുപ്പീസ്. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. 12-ാം തീയതി വീണ്ടും പർച്ചേസ് വരുന്നു. പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ബാങ്ക് ബാലൻസ് ആണ് കുറയ്ക്കുന്നത്. എനിവേ പർച്ചേസ് ഒരു പേയ്മെൻ്റ് ആണ്. 12-ാം തീയതി നമ്മൾ വീണ്ടും പർച്ചേസ് കാണിക്കുന്നു. പർച്ചേസ് എമൗണ്ട് വരുന്നത് 2000 റുപ്പീസ് ആണ്. 2000 എമൗണ്ട് കാണിക്കേണ്ടത് ബാങ്ക് കോളത്തിലാണ്. ബിക്കോസ് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ചെക്ക് വെച്ചിട്ടാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എമൗണ്ട് എവിടെ കാണിക്കുക? ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ 15-ാം തീയതി പെയ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ത്രൂ ബാങ്ക് 1000 റുപ്പീസ്. നോക്കൂ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ദാറ്റ് ഈസ് എൻ എക്സ്പെൻസ് ആൻഡ് ദാറ്റ് ഈസ് എ പേയ്മെൻറ്റ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ത്രൂ ബാങ്ക് ആയതുകൊണ്ട് നമ്മൾ കോളം എവിടെ കാണിക്കുക? ബാങ്ക് കോളത്തിൽ കാണിക്കുക. ഡേറ്റ് വരുന്നത് 15-ാം തീയതി. 15-ാം തീയതി എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് 1000 റുപ്പീസ് ആണ്. ബാങ്ക് ത്രൂ ആണ് പേയ്മെൻറ്റ് നടത്തിയത്. സോ നമ്മൾ എവിടെ കാണിക്കുക? എമൗണ്ട് ബാങ്ക് കോളത്തിൽ കാണിക്കുക. ഒരു പേയ്മെൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതിൻ്റെ എമൗണ്ട് നമ്മൾ എവിടെയാണ് കൊടുത്തത്? ബാങ്ക് കോളത്തിലാണ് കൊടുത്തത്. ഇതിനടുത്തത് ക്യാഷ് സെയിൽസ് ആണ്. 18-ാം തീയതി ക്യാഷ് സെയിൽസ് 6000. ക്യാഷ് സെയിൽസ് 6000 വന്നിട്ടുണ്ട്. സോ ക്യാഷ് സെയിൽ ഈസ് എ റെസീറ്റ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫേമിലേക്ക് പൈസ വന്നതാണ്. ഡേറ്റ് 18-ാം തീയതി സെയിൽസ് വന്നു. എമൗണ്ട് 6000. ക്യാഷ് സെയിൽസ് ആയതുകൊണ്ട് നമ്മൾ എമൗണ്ട് ക്യാഷ് കോളത്തിൽ തന്നെ കാണിച്ചാൽ മതി. 20-ാം തീയതി ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. 20-ാം തീയതി ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. സോ ദാറ്റ് ഈസ് എ കോൺട്രാ അല്ലേ? 20-ാം തീയതി 2 സ്ഥലത്ത് നമ്മൾ കാണിക്കണം. എന്തുകൊണ്ടാണ്? അതൊരു കോൺട്രാ എൻട്രി ആണ്. സോ വാട്ട് ഈസ് കോൺട്രാ എൻട്രി? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ബാങ്ക് ബാലൻസിനെയും ക്യാഷ് ബാലൻസിനെയും ഒരേ സമയം അഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണെന്ത്? കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിൻ്റെ കയ്യിലേക്ക് ക്യാഷ് വരുന്നു, ബാങ്കിലേക്ക് ക്യാഷ് വരുന്നു. അപ്പോൾ നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് ക്യാഷ് എന്ന് കാണിക്കുക. എമൗണ്ട് എവിടെ കാണിക്കുക? ബാങ്ക് കോളത്ത് കാണിക്കുക. എമൗണ്ട് വരുന്നത് 7000 റുപ്പീസ് ആണ്. ഓക്കെ, സോ കോൺട്ര ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു സി ഇടുന്നുണ്ട്. ദെൻ അറ്റ് ദ സെയിം ടൈം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കുറയുന്നുണ്ട്. അത് പേയ്മെൻറ്റും കൂടിയാണ്. നമ്മളെ കയ്യിലെ ക്യാഷാണ് എവിടേക്ക് പോകുന്നത്? ബാങ്കിലേക്ക് പോകുന്നത്. സോ നമ്മൾ പേയ്മെൻറ്റ് ഭാഗത്ത് ബാങ്കിലേക്ക് പേയ്മെൻറ്റ് നടത്തി എന്ന് കാണിക്കുക. ബാങ്കിലേക്ക് പൈസ പോയവർ കാണിക്കുക 7000. കോളം എവിടെയാണ് വരിക? ക്യാഷ് കോളത്തിലാണ്. സോ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കിൻ്റെ കോൺട്ര എപ്പോഴും ഇങ്ങനെയാണ് വരിക. ദാറ്റ് ഈസ് ക്യാഷ് ഡെബിറ്റ് ഭാഗത്തും ബാങ്ക് ക്രെഡിറ്റ് ഭാഗത്തും CB എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ക്യാഷ് ടു ബാങ്ക് എപ്പോഴും ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആയിക്കോട്ടെ, ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, 2 കേസിലും നമുക്ക് എപ്പോഴും ഡെബിറ്റ് ഭാഗത്ത് ക്യാഷും ക്രെഡിറ്റ് ഭാഗത്ത് ബാങ്കും ആണ് വരിക കോൺട്ര റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. ദെൻ പെയ്ഡ് ട്രേഡ് എക്സ്പെൻസ് 3000 റുപ്പീസ്. പെയ്ഡ് ട്രേഡ് എക്സ്പെൻസ് 3000 റുപ്പീസ്. ഡേറ്റ് വരുന്നത് 24-ാം തീയതിയാണ്. സോ 24th ട്രേഡ് എക്സ്പെൻസ് 3000 റുപ്പീസ്. ഇപ്പോൾ ട്രേഡ് എക്സ്പെൻസ് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. ത്രൂ ബാങ്ക് ആണെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്യും. ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ ക്യാഷ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ബാങ്ക്. ഡിവിഡൻഡ് വന്നത് ബാങ്കിലേക്കാണ്. നമുക്ക് കിട്ടാനുള്ള ഡിവിഡൻഡാണ്. അത് ബാങ്ക് കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എമൗണ്ട് വരുന്നു. സോ ഡെബിറ്റ് ഭാഗത്ത് കാണിക്കുക. ഒരു റെസീറ്റാണ്. 27-ാം തീയതി ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. എമൗണ്ട് വന്നത് നേരെ ബാങ്കിലേക്കാണ് 2000 റുപ്പീസ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് റെൻറ്റ് പേ ചെയ്ത് 29-ാം തീയതി റെൻറ്റ് പേ ചെയ്യുന്നു 4000. പേയ്മെൻ്റ് ആണ് 29-ാം തീയതി റെൻറ്റ് പേ ചെയ്തിട്ടുണ്ട് 4000 റുപ്പീസ്. ക്യാഷാണ് നമ്മൾ കാണിക്കുന്നത്. സോ ബാങ്ക് ആണെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം. ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കുന്നു. വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. ഓണേഴ്സ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു പേഴ്സണൽ യൂസിന്. മുതലാളി പൈസ എടുത്തു കൊണ്ടുപോയാൽ നമ്മുടെ ഫേമിനകത്ത് നിന്ന്
പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പൈസ എടുത്താൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. ആൻഡ് ഡ്രോയിങ്സ് ഈസ് എ പേയ്മെൻറ്റ് ഫോർ അസ്. ഫേമിനെ സംബന്ധിച്ച് അതൊരു പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ ഡ്രോയിങ്സ് എന്ന് കാണിക്കുന്നു പേയ്മെൻറ്റ് സൈഡിൽ. ഇനി അദ്ദേഹം എവിടെ നിന്നാണ് ക്യാഷ് ആണോ എടുത്തത് ബാങ്കിൽ നിന്നാണോ ഫണ്ട് എടുത്തത് നോക്കിയാൽ മതി. ഡയറക്റ്റ് ക്യാഷ് ആണ് എടുത്തത്. സോ ഡ്രോയിങ്സ് ₹3000 ക്യാഷ് കോളത്തിൽ കാണിച്ചാൽ മതി. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഐറ്റം ലാസ്റ്റ് ട്രാൻസാക്ഷൻ സാലറി പെയ്ഡ് ആണ്. സാലറി പെയ്ഡ് ഓൾസോ പേയ്മെൻറ്റ് 8,000 ആണ്. 31-ാം തീയതി സാലറി പെയ്ഡ്. സാലറി ₹8,000 ക്യാഷ് കോളത്തിൽ കാണിക്കുന്നു. ഓക്കെ. സോ ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത്. നമ്മളിനി ഈ ഒരു ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്കിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്, ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ബാലൻസ് ചെയ്തു പോകാം. ആദ്യം നമുക്ക് ബാങ്ക് കോളം ബാലൻസ് ചെയ്യാം, അതിനുശേഷം ക്യാഷ് കോളം ബാലൻസ് ചെയ്യാം. സോ ബാങ്കിൻ്റെ കേസിൽ 5,000 ഡെബിറ്റിലുണ്ട്, 5,000 ഉണ്ട്, 7,000 ഉണ്ട്, വീണ്ടും ഒരു 7,000 വന്നിട്ടുണ്ട്, 2,000 ഉണ്ട്. സോ 14, 16, 16 21,000 വരും അല്ലേ. 21,000 റുപ്പീസ് ടോട്ടൽ ഡെബിറ്റ് ഭാഗത്ത് വരും. 21 നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലേ. 14, 16, 16 21. ഈ 21,000 നമ്മൾ ഇത്രയും 3,000 രൂപ നമ്മൾ മൈനസ് ചെയ്യുന്നു. വി ഗോട്ട് എ ബാലൻസ് ഓഫ് 18,000. 18,000 രൂപ നമുക്ക് ബാങ്ക് കോളം ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെബിറ്റ് ബാലൻസ്. നമ്മളെ സംബന്ധിച്ച് ബാങ്കിൽ 18,000 രൂപ ഇപ്പോൾ ബാലൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. ദെൻ ക്യാഷ് കോളം ബാലൻസ് ചേർത്തത് 20,000, 24,000. സോ ടോട്ടൽ 30,000 വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. 30,000 റുപ്പീസ് ഡെബിറ്റ് സൈഡാണ് വന്നിട്ടുള്ളത്. അതേ 30,000 നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെയുള്ള എമൗണ്ടുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിന് മൈനസ് ചെയ്യണം. നമുക്കൊന്ന് ക്രെഡിറ്റ് സൈഡ് ഒന്ന് കൂട്ടി നോക്കാം. 7 + 3 10,000, 13,000, 17,000, 17 + 3 20, 28,000. സോ 28,000 മൈനസ് ആയി കഴിഞ്ഞാൽ നമുക്കവിടെ വരുന്ന ബാലൻസ് എന്ന് പറയുന്നത് 2,000 റുപ്പീസാണ്. ദിസ് ഈസ് കോൾഡ് ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ. സോ 2 എമൗണ്ട് കോളങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യുക. ഇതൊരു ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്കാണ് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. സോ ഉറപ്പായിട്ടും ഡബിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾ നോക്കി വെക്കുക. നമ്മൾ ഇപ്പോൾ വരാൻ പോകുന്ന എക്സാമിനും ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്ക് ഉണ്ടാവും. ഓക്കെ.